ഏറ്റവും കൂടുതൽ ആ വീക്ക്നെസ്സിൽ പരാതി പറഞ്ഞിട്ടുള്ള മോഹൻലാലാണ്. രാവിലെ നേരത്തെ വരില്ല. രാത്രി എത്ര മണി വേണമെങ്കിലും നിൽക്കാം ഷൂട്ടിങ്ങിന്. രാവിലെ 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക് വരില്ല, പുള്ളി വരും. അപ്പൊ ആദ്യം തന്നെ പറയും, ഞാൻ മുകേഷുമായിട്ടുള്ള ഭാഗമാണെങ്കിൽ അവൻ വന്നതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി. കാര്യം എനിക്ക് ഇനി എങ്ങനൊക്കെ ശ്രമിച്ചാലും അതിരാവിലെ എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. ഈ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സിദ്ദിഖ് ലാലും കൂടെ എന്നെ അടുത്ത് പറഞ്ഞു, ഒരു സൺറൈസ് ഷോട്ട് ഉണ്ട്, രാവിലെ നമുക്ക് അതെടുക്കണം. 6:30 മണിക്ക് എങ്ങാണ്ടാണ്. വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സൺസെറ്റ് ആക്കാം. അത്രമാത്രം ത്യാഗങ്ങളൊക്കെ ചെയ്യാറുന്നല്ലേ. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് 4 മണിക്ക് അലാറൊക്കെ വെച്ച് എന്തൊക്കെ വന്നു. ഞാൻ അവിടെ വന്നു, കറക്റ്റ് സമയത്ത് വന്നു, ഫുൾ സെറ്റ് കൈയടിച്ചു. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അതെ, കാര്യം നമ്മൾ അങ്ങനെ ഇപ്പം ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ പിടിക്കാൻ വേണ്ടി അവര് നിർത്തത്തില്ല. അതിനെനിക്ക് പോകാനും പറ്റും. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി താമസിച്ചാലും അവര് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കുമ്പോഴത്തേക്ക് വന്നാ മതിയല്ലോ. അപ്പൊ ഈ MLA ആയതിനു ശേഷം ഒരു ദിവസം എന്റെ അടുത്ത് മോഹൻലാൽ ഒന്ന് ചോദിച്ചു, എത്ര മണിക്ക് നിങ്ങളുടെ ഇത് തുടങ്ങും? 8:30. 8:30 രാവിലെ തുടങ്ങൂല. നീ ഇതെങ്ങനെ 8:30 ചെല്ലുന്നത്? ഞാൻ പറഞ്ഞ്, ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പീക്കറിന് മനസ്സിലായി ഇവ 8:30 വരത്തില്ലെന്ന്. ഇപ്പൊ 9 ആക്കി. അസംബ്ലി 9 മണി ആക്കിയത് മുകേഷായിട്ട് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സത്യം പറയാലോ, ഈ റിപ്പോർട്ടറൊക്കെ ആയിരുന്ന സമയത്ത് ഈ 8:30 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഇരുന്നു, എന്തൊരു കഷ്ടമാണ് 8:30 അവിടെ എത്തണം, അതിന് അത് കഴിഞ്ഞാൽ കയറ്റവും ഇല്ല എന്നൊക്കെ ഞാൻ തന്നെ ഓർക്കെ. 9 മണിയായിരിക്കും ഞാൻ വളരെ ഹാപ്പി. അതിന്റെ പിന്നിൽ ഇതാണ്. ശരി, അപ്പൊ ഞാനിപ്പോ ഓൾറെഡി വർഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി വീണ്ടും ചോദിക്കാൻ പോവാ, എത്ര വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ സുനാമി ഉണ്ടായി? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുനാമി ഉണ്ടാവുന്നത്? കണക്കിൽ പണ്ടേ മുന്നോട്ടാ. 17. ഓ, അത് കറക്റ്റ്. ഈ സുനാമി എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? എന്റെ പൊന്നെ, തെറ്റിക്കണേ, എന്തെങ്കിലുമൊക്കെ കേൾക്കായിരുന്നു. ഇറ്റാലിയൻ. സന്തോഷായി, തെറ്റി. ജാപ്പനീസ്. അവർക്ക് ജാപ്പാൻ പറഞ്ഞു. ഓക്കെ, അടുത്ത വീക്ക്നെസ് പറഞ്ഞു കേട്ടാ. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സോറി പറയാതെ, തെറ്റാണ്, നമ്മൾ മനഃപൂർവ്വം തെറ്റുന്നതല്ല, തെറ്റ് കാണിക്കുന്നതല്ല, പിന്നീട് നമ്മൾ തിരിച്ചറിയാണ് അത് തെറ്റായി പോയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോടൊരു സോറി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എന്നോട് അങ്ങനെ സോറി പറയണമെന്നില്ല. ചേട്ടാ ബുദ്ധിപരമായിട്ട് വീക്ക്നെസ് ആക്കിയല്ലേ. അതെന്റെ വീക്ക്നെസ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ രാജി ചേട്ടൻ ഞാനൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ തമാശകളെല്ലാം പറയും.